ചെങ്കടലിൽ വീണ്ടും ആക്രമണ പരമ്പരയുമായി ഹൂതികൾ. ഏറ്റവും ഒടുവിൽ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഹൂതികളുടെ ആക്രമണത്തിനിരയായത്. കപ്പൽ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. രക്ഷാപ്രവർത്തകർ 10 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 4 പേർ മരിച്ചു. 15 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബുധനാഴ്ചയാണ് കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചത്. 2 ദിവസം പിന്നിടുമ്പോൾ ജീവനക്കാരിൽ ചിലരെ ബന്ദികളാക്കിയെന്നും ഹൂതികൾ അറിയിച്ചു. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഹൂതികൾ മറ്റൊരു വാണിജ്യ കപ്പലിനെ ആക്രമിച്ചിരുന്നു. ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു അതും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ താൽക്കാലികമായി ഹൂതികളും ചെങ്കടലിൽ ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ ഹൂതികളും ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. സുപ്രധാന കടൽപ്പാതയാണ് ചെങ്കടൽ. ആക്രമണത്തെ തുടർന്ന് വീണ്ടും കപ്പലുകൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തുകയാണ്. കനത്ത ആക്രമണമാണ് എറ്റേണിറ്റി സി കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയത്. നിരവധി ആക്രമണങ്ങൾ കപ്പൽ നേരിട്ടു. സീ ഡ്രോണുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ഉപയോഗിച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം. കപ്പൽ ജീവനക്കാരിൽ 21 ഫിലിപ്പീൻസുകാരും 1 റഷ്യക്കാരനും 3 സുരക്ഷാ ഭടന്മാരുമാണ് ഉണ്ടായിരുന്നത്. അതിനിടെ കപ്പൽ മുക്കി 48 മണിക്കൂറിന് ശേഷം 4 ജീവനക്കാരെ കൂടി രക്ഷപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും 10 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഹൂതികൾക്കെതിരെ US രംഗത്ത് വന്നു. ഹൂതികൾ കപ്പൽ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയെന്നും അവരെ എല്ലാവരെയും ഉടൻ മോചിപ്പിക്കണമെന്നും US ആവശ്യപ്പെട്ടു. ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ആദ്യ കപ്പലിനെ യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഹൂതികൾ ആക്രമിച്ചത്. പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തുന്നത്. ഡ്രോൺ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീസ് എന്ന കാർഗോ കപ്പലിൽ ആക്രമണം നടത്തിയത്. കപ്പൽ കത്തിനശിച്ചു. 8 ബോട്ടുകളിലാണ് അക്രമി സംഘം എത്തിയത്. കപ്പലിലെ സായുധ സംഘം തിരിച്ചടിച്ചു. അക്രമികൾ കപ്പലിന് നേരെ വെടിയുതിർത്തതിനൊപ്പം റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. ചെങ്കടലിൽ വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ചരക്ക് കപ്പൽ. ബോട്ടിലെത്തിയ അക്രമി സംഘം കപ്പലിനെ വളയുകയായിരുന്നു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി പറഞ്ഞു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ഏജൻസി പിന്നീട് അറിയിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് ആക്രമണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അൽ അൻസാർ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഹൂതികൾ വെളിപ്പെടുത്തിയത്. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. പലസ്തീനികളുടെ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണമെന്നാണ് വിമത സംഘം അവകാശപ്പെട്ടത്.